Hey guys, welcome to Calorie 98. ഇന്നത്തെ ടോപ്പിക് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂനെ പറ്റിയാണ്. ഈ ടോപ്പിക് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിലും മസിൽ ഗെയിൻ ആണെങ്കിലും നിങ്ങൾ ഈ ടോപ്പിക് അറിഞ്ഞിരിക്കണം. ഗായ്സ്, ഇന്നത്തെ ടോപ്പിക് എന്തുകൊണ്ട് വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ആവുന്നു, എന്ത് നമുക്കതിന് ചെയ്യാം എന്നുള്ളതായിരിക്കും ഇന്നത്തെ ടോപ്പിക്. ഇത് മസിൽ ഗെയിൻ ചെയ്യുന്നവർക്ക് ഞാൻ ലാസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. അവർക്കും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് ലോസ് മസിൽ ഗെയിൻ നിൽക്കും. അപ്പോൾ ആദ്യം ഞാൻ വെയിറ്റ് ലോസിൻ്റെ കാര്യം പറയാം. നമ്മുടെ ബോഡി ഇപ്പോൾ ഡെയിലി നിങ്ങളൊരു ഡയറ്റ് എടുക്കുവാണ്, കാർഡിയോ ചെയ്യുവാണ്, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുവാണ്. ഡയറ്റ് വാസ് ലൈക്ക് ദിസ്: 2 ചപ്പാത്തി, എക്സാമ്പിളാണ്, 2 ചപ്പാത്തി രാവിലെ, 2 ചപ്പാത്തി ഇൻ ദ ഈവനിങ്, 2 ചപ്പാത്തി അറ്റ് നൈറ്റ്. അപ്പോഴത്തേക്കും ഒരു പ്രത്യേക ടൈം കഴിയുമ്പോഴത്തേക്കും ഒരു മാസം 2 മാസം നമ്മളെ ബോഡി ആ ഒരു ഫുഡിലേക്ക് അഡാപ്റ്റ് ആവും. ബിക്കോസ് നമ്മളിപ്പോൾ അങ്ങനെ അഡാപ്റ്റ് ആയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ബോഡി മാക്സിമം നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ 6 ചപ്പാത്തി ഒരു ദിവസം, ആ ഒരു 6 ചപ്പാത്തിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എനർജി എത്രയാണെന്ന്, ആവശ്യമുള്ള എനർജി ബോഡി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. സോ വെയിറ്റ് ലോസ് നടക്കത്തില്ല. മാക്സിമം നമ്മുടെ ബോഡി ഈ ഫാറ്റ് ഈ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. എത്ര നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ട്. വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ എപ്പോഴും ബോഡി ഹോൾഡ് ചെയ്യും. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നവർ ഇതേപോലെ ഹോൾഡ് ചെയ്യും. ഒരു പക്ഷേ അത് സ്റ്റാർട്ടിങ്ങിലായിരിക്കില്ല. ഇപ്പോൾ ഹെവി വെയിറ്റ് ഒക്കെ ഉള്ളവർ പെട്ടെന്നൊരു 1000 കാലറീസോ 2000 കാലറീസോ കുറച്ച് ഡയറ്റ് എടുക്കുന്നു. അവർക്ക് ഷുവറായിട്ടും ഈ പ്ലാറ്റ്യൂ ഉണ്ടാവും. ബിക്കോസ് അവരൊന്നും കഴിക്കുന്നില്ല, പിന്നെ അവർക്ക് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനും കാണത്തില്ല. ഇൻ മൈ കേസ്, ലാസ്റ്റ് ഇയർ ഞാൻ ഇതേപോലെ ഫാറ്റ് ഡയറ്റ്സ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ഫാസ്റ്റിംഗ് അതൊക്കെ കഴിഞ്ഞ ടൈമിൽ, വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 0 കാലറീസ് ആണ്. അത് കഴിഞ്ഞ് നേരെ നോർമലായിട്ട് ഒരു ഡയറ്റിൽ പോയപ്പോഴത്തേക്കും ഒരു 1 വീക്ക് 2 വീക്ക് കൊണ്ട് എനിക്കൊരു 2 to 3 4 kgs ഇൻക്രീസ് ആയി. മറ്റൊരു കാര്യം, നിങ്ങളെ വെയിറ്റ് ഇപ്പോൾ ഇതേപോലെ അഡാപ്റ്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യാം? ഇതിൻ്റെ പേര് റീഫീഡ് ഡേ എന്ന് പറയും. ഇംഗ്ലീഷുകാരിട്ട പേരാണ്. റീഫീഡ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 1 വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിൽ ആ ദിവസം 50% കാർബ്സ്, ബാക്കി 20-30% പ്രോട്ടീൻ, ബാക്കി ഫാറ്റ്, അങ്ങനത്തെ ഒരു റേഷ്യോയിൽ സെറ്റാക്കും. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. മൈ ഫിറ്റ്നസ് പോളിൽ പോയാൽ അവർ കറക്റ്റായിട്ട് നമ്മളുടെ വാല്യൂ സെറ്റ് ചെയ്ത് തരും. ആൻഡ് നമ്മൾ കാലറീസ് വാസ് ലൈക്ക് ദിസ്: മെയിൻ്റനൻസ് കാലറീസിൻ്റെ അടുത്ത് കഴിക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ ഇതേപോലെ മണ്ടത്തരം ചെയ്ത് വെയിറ്റ് ലോസ് നിന്നവരാണെങ്കിൽ നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കറൻ്റ്ലി എത്ര കാലറീസ് കഴിക്കുന്നു എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു 400 to 500 കാലറീസ് 2 വീക്സ് അതൊന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ മെറ്റബോളിസം ഒന്ന് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ട് പയ്യെ എന്തായാലും നിങ്ങളുടെ ഒരു വാല്യൂ കാണും, മെറ്റബോളിസം, നമ്മുടെ മെയിൻ്റനൻസ് കാലറീസ്, അതിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പയ്യെ ഒരു 50 കാലറീസ് 100 കാലറീസ് അങ്ങനെ കുറച്ച് വരിക. ഇപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ആവാതിരിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ പുതിയ ഡയറ്റേഴ്സ് ആണെങ്കിൽ ഞാൻ പറയാം, പുതിയ ഡയറ്റേഴ്സ് ആണെങ്കിൽ 50% കാർബ്സ്, ബാക്കി വന്ന് 30 to 40% പ്രോട്ടീന്, അങ്ങനത്തെ രീതിയിൽ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നത് സിമ്പിൾ കേസാണ്, എൻ്റെ വെയിറ്റ് ലോസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഷുവറായിട്ടും ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും അല്ലെങ്കിൽ മസിൽ ഗെയിൻ ആണെങ്കിലും സ്റ്റോപ്പ് ആവും. ബോഡി മാക്സിമം നമ്മൾ ബോഡിയിലെ വെയിറ്റ് കുറയാതിരിക്കാൻ ശ്രമിക്കും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും. ഓക്കെ, ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ റീഫീഡ് ഡേ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകണമെന്ന് വെച്ചോ, എൻ്റെ ഇത് ഈടാവും. ബിക്കോസ് ഈവൻ ഇൻ മൈ കേസ് ഞാൻ ഇതേപോലെ റീഫീഡ് എൻ്റെ വെയിറ്റ് ലോസ് നടക്കുന്നുണ്ട്, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇൻ മൈ കേസ് ടു ലാസ്റ്റ് ഇയർ ഒരു 4-5 മാസം എൻ്റെ വെയിറ്റ് വാസ് ലൈക്ക് 98 ഫ്രണ്ടിലോട്ടും ഇല്ല, പിറകെ ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം 98. ഒരു 4 മാസത്തോളം ഞാൻ അതേപോലെ വെയിറ്റ് നിന്നു. ബട്ട് ഐ ഡിഡ്ന്റ് കെയർ. എനിക്കിങ്ങനെ വർക്കൗട്ട് ചെയ്ത് കുറയുന്നുണ്ടെന്ന് എൻ്റെ മൈൻഡിലൊരു ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് റീഫീഡ് ഡേ പറ്റിയൊക്കെ അറിയാൻ. ബട്ട് 1 day 50% കാർബ്സ് എന്ന് പറയപ്പോഴത്തേക്ക് ആ ടൈമിൽ എനിക്കൊരു പേടിയായിരുന്നു, വെയിറ്റ് ഗെയിൻ ചെയ്യുമോ. വെയിറ്റ് ഗെയിൻ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ എന്ത് പറ്റിയത്, ഇപ്പോൾ എൻ്റെ കറണ്ട് കണ്ടീഷനും കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു 4 to 5 kgs കുറഞ്ഞു, മര്യാദയ്ക്ക് കുറഞ്ഞതാണ്. അതിനുശേഷം
കുറഞ്ഞില്ല, വെയിറ്റ് സ്റ്റോപ്പായി. ഇതേപോലെ ഞാൻ ഈ പറഞ്ഞില്ലേ, റീഫീഡ് ഡേയോ ഡയറ്റ് ബ്രേക്കോ ഒന്നും എടുക്കാതെ ഒരു വർഷം ഫുൾ ഡയറ്റ് ചെയ്തതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് ഇപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് ഒരു 4 to 5 kgs വണ്ണം വെച്ചു. 3 to 4 kgs വണ്ണം വെച്ചു. എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഡയറ്റ് ബ്രേക്കിൽ പോവേണ്ടി വന്നു. ഡയറ്റ് ബ്രേക്ക് ഇപ്പോൾ നമ്മൾ റീഫീഡ് ഡേ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഡയറ്റ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. എൻ്റെ അടുത്ത് 1 മാസമാണ് ഞാൻ ചെയ്യണമെന്നുണ്ടായിരുന്നത്. ബട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോസിൽ കണ്ടിട്ട് ഡയറ്റ് ബ്രേക്ക് വേണ്ട, റീഫീഡ് മതി, ഡയറ്റ് ബ്രേക്ക് വേണ്ട, ചീറ്റ് മീൽ മതി, അങ്ങനെ 1 വീക്ക് ഓഫ് ചീറ്റ് മീൽ ചെയ്തു. അപ്പോഴത്തേക്കും തടിച്ചു. ചീറ്റ് മീൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മെയിൻ്റനൻസ് കാലറീസിൽ നിന്നും മോളിൽ കഴിക്കുന്നതിനാണ്. ബിക്കോസ് എനിക്ക് 1 മാസത്തോളം ഫുള്ളായിട്ട് ഇങ്ങനെ ഡയറ്റ് വിട്ട് നിൽക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ പറ്റിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ മര്യാദയ്ക്ക് 1 മാസം ഈ പറയുന്ന പോലെ മെയിൻ്റനൻസ് കാലറീസ് ഒക്കെ കഴിച്ച് പയ്യെ ഡയറ്റ് സെറ്റ് ചെയ്യായിരുന്നു. ബട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ചീറ്റ് മീൽ ചെയ്തു. 1 വീക്കോ 2 വീക്സോളം ഞാൻ ചീറ്റ് മീൽ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വണ്ണം വെച്ചു. അപ്പോൾ അഥവാ ഇപ്പോൾ ആരെങ്കിലും ഇതേപോലെ ഡയറ്റ് എടുത്ത് ഫ്ലോപ്പ് ആയവരുണ്ടെങ്കിൽ, അതായത് 1000 കാലറീസ് ഡയറ്റ് അങ്ങനെ വല്ലതും ഉള്ളവരാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഡയറ്റ് ബ്രേക്ക് എടുക്കുന്നെങ്കിൽ മെയിൻ്റനൻസ് കാലറീസ് മാക്സിമം നോക്കുക. ആ ഒരു കാലറീസ് കഴിഞ്ഞ് പോകാൻ നോക്കുക. എനിക്കിപ്പോൾ വണ്ണം വെച്ചു, ബട്ട് ഐ ഡോണ്ട് കെയർ. ഞാനിപ്പോൾ തിരിച്ച് ആ ഒരു ട്രാക്കിൽ കയറുമ്പോഴത്തേക്ക് ആ ഒരു ട്രാക്ക് തന്നെയായിരിക്കും. പിന്നെ ഞാൻ ഈ പഴയതിനെ പറ്റി ഓർത്ത് ചിന്തിക്കുകയോ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളില്ല. നിങ്ങളായാലും അങ്ങനെ ചിന്തിക്കരുത്. പോയത് പോയി. നമ്മൾ പിന്നെ ആ ഒരു പഴയ ഫോമിലേക്ക് എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ആൻഡ് മെയിൻ യൂസ്, ഇപ്പോൾ നിങ്ങൾക്ക് മെയിൻ്റനൻസ് കാലറീസിൽ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ഫാറ്റ് ലോസ് സ്റ്റേറ്റിലല്ലേ, നിങ്ങൾ ഈ മെയിൻ്റനൻസ് കാലറീസ് കഴിക്കപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി 1 മാസത്തേക്ക്. മാക്സിമം നിങ്ങളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ച തോറും ഒരു റീഫീഡ് ഡേയോ 2 റീഫീഡ് ഡേയോ വെക്കുക. റീഫീഡ് ഡേൻ്റെ കൊണ്ട് മറ്റൊരു യൂസും കൂടെ ഉണ്ട്. റീഫീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ TSH ഹോർമോൺ, ലെപ്റ്റിൻ ഹോർമോൺ, ഇത് രണ്ടും റൈസ് ചെയ്യും. ഇത് രണ്ടും കുറയപ്പോഴത്തേക്കും നമ്മളെ ഫാറ്റ് ലോസ് ഒന്നും കൂടെ കുറയും. TSH എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണ്, മറ്റേ ലെപ്റ്റിൻ ഹോർമോൺ. ഇത് രണ്ടും നമ്മൾ എപ്പോഴും ഒരുവിധം റൈസ് ചെയ്ത് വെക്കണം, കൂട്ടി വെക്കണം. അതിന് നമ്മൾ ആവശ്യത്തിന് കാർബ്സും ഒക്കെ വേണം. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാർബ്സും ഒന്നും നമ്മൾ ശത്രുവല്ല. എല്ലാ സാധനങ്ങളും നമുക്ക് വേണം. കാർബ്സ്, പ്രോട്ടീൻ, എല്ലാ ഐറ്റമും വേണം. സോ ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കോ മസിൽ ഗെയിൻ മസിൽ ഗെയിൻ്റെ കാര്യം ഞാൻ പറയാം. മസിൽ ഗെയിൻ ചെയ്യുന്നവർക്കും ഇതേ ഇഷ്യൂസ് വരാം. അവർക്ക് ഇതേപോലത്തെ ഈ ഒരു ഇഷ്യൂ ഒന്നുമല്ല. മസിൽ ഗെയിൻ ചെയ്യുന്നവർക്കുള്ള ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു 300 കാലറീസ് ആണ് എക്സ്ട്രാ കഴിക്കുന്നതെങ്കിൽ ഒരു ടൈം കഴിയപ്പോഴത്തേക്കും ആ വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ 350 പോകണം, അല്ലെ 400 കാലറീസ് പോകണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് മസിൽ ഗെയിൻ നടക്കില്ല, അങ്ങനെയുള്ള ഒരു ഇതല്ല. 400 കാലറീസ് കൂട്ടുക, അല്ലെങ്കിൽ 400 അല്ല, ഇപ്പോൾ 400 ഓൾറെഡി കൂട്ടി വെച്ചൊക്കെയാണെങ്കിൽ 50 കാലറീസ് 100 കാലറീസ് അങ്ങനെ കൂട്ടണം. എന്നിട്ട് കറക്റ്റ് പ്രോട്ടീൻ എടുക്കണം. നിങ്ങൾ വർക്കൗട്ട് കുറവായിരിക്കും. സോ ഇതെല്ലാം കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മസിൽ ഗെയിൻസ് പ്രോപ്പറായിട്ട് നടക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 2 വീക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ചീറ്റ് മീലൊക്കെ ചെയ്തെങ്കിലും എൻ്റെ ആവശ്യത്തിനുള്ള പ്രോട്ടീനും എല്ലാം ഞാൻ ഹിറ്റ് ചെയ്ത് എനിക്ക് മസിൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഫാറ്റ് ഗെയിനും ഉണ്ടായിട്ടുണ്ട്. സോ മാക്സിമം എല്ലാവരും റീഫീഡ് ഡേയിൽ എല്ലാ ആഴ്ചയും ഓരോ റീഫീഡ് ഡേ വെച്ച് ചെയ്യുക, ഫാറ്റ് ലോസ് ചെയ്യുക. അപ്പോഴത്തേക്കും മാക്സിമം നിങ്ങൾക്ക് 8 മാസം കൊണ്ട് കുറയേണ്ട സാധനം 6 മാസം കൊണ്ട് കുറയും. അല്ലാതെ ഈ റീഫീഡ് ഡേയിനെ പേടിക്കണ്ട. റീഫീഡ് ഡേയിൽ മാക്സിമം ട്രൈ ചെയ്യുക. മെയിൻ്റനൻസ് കാലറീസിൻ്റെ അടുത്ത് വരെ എത്തിക്കണം. നമ്മൾ കാലറീസ് കഴിഞ്ഞു പോകരുത്. ഓക്കെ, ആ ഒരാഴ്ചത്തേക്കുള്ള നമ്മൾ ചെയ്ത എല്ലാം വേസ്റ്റാവും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.